ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയില് നിങ്ങളെ ഞാൻ ഡവ് സോപ്പിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ് അറിയിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ശരിക്കും ഗർ സോപ്പിന്റെ റിവ്യൂ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട്. പക്ഷെ ആ സോപ്പ് കാര്യം അവർ പറയുന്ന പോലെ ഈ ടാനൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്, വെളുക്കും, നല്ലതാണ്. പക്ഷെ എൻ്റെ സ്കിൻ വന്നിട്ട് എക്സ്ട്രീം ഡ്രൈ ആക്കി എൻ്റെ കാലൊക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഡ്രൈ ആയിട്ടേ ഭയങ്കര അലമ്പായി. ലോഷൻ ചെയ്തു, ലോഷൻ ഇട്ടാലും 2 തവണ 3 തവണ 4 തവണ ചൊറിയുമ്പോ ലോഷൻ ഇടേണ്ട അവസ്ഥയായി. അപ്പൊ ഞാൻ ശരിക്കും ആലോചിക്കുമായിരുന്നു, എന്റെ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഈ ഡവ് സോപ്പിന്റെ ഒരു ഫാൻസ് ആണ്. ഫാൻ എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ഡവ് സോപ്പ് വർഷങ്ങളായിട്ട് നമ്മൾ ഡവിന്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയ്ക്ക് എന്തോ കാലിൽ ചെറുതായിട്ട് ഇങ്ങനെ ഏതോ ചൊറിച്ചിൽ വന്ന സമയത്ത് നമ്മൾ ആദ്യം പിയേഴ്സ് സോപ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴും ഞാൻ ഡവ് സോപ്പ് യൂസ് ചെയ്ത് അങ്ങനെ എന്തോ യൂസ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലേ. ഡവിന്റെ ഇത് ആക്ച്വലി പിങ്ക് ആണ്, പക്ഷെ വൈറ്റ് ആണ് കേട്ടോ. ഇവിടെ പൊതുവെ എല്ലാവരും വൈറ്റിന്റെ ഫാനാണ്. ഇത് കുഞ്ഞിപ്പെണ്ണ് വന്നപ്പോൾ അവള് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് നമുക്ക് പിങ്കും ഡവ് ആയാൽ മതി, നമുക്ക് ഇഷ്ടമാണ്. കുറച്ചുകൂടെ എല്ലാവർക്കും ഇഷ്ടം വൈറ്റ് ആണ്. അപ്പൊ അമ്മ അന്ന് അങ്ങനെ യൂസ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് അതങ്ങ് മാറി. അപ്പോൾ അന്ന് തൊട്ട് എല്ലാവരും വീട്ടിലും ഡവായി യൂസ് ചെയ്യുന്നത്. പൊതുവെ ഞാൻ ഡവായിരുന്നു യൂസ് ചെയ്യുന്നത്, എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ആ ഒരു സോപ്പിന്റെ ആ ഒരു ചെറിയ മൈൽഡ് സ്മെല്ലും ആ ഒരു മിൽക്ക് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും അതിന്റെ ഒരു ഫാനാണ്. പിന്നെ ഭയങ്കര ഒരു പത വേണം എന്ന് നമുക്ക് നിർബന്ധമില്ല കുളിക്കുന്ന സമയത്ത്. അപ്പോ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഡവിലേക്ക് മാറുന്നത്. വർഷങ്ങളായി നമ്മളിത് യൂസ് ചെയ്യുന്നു. എന്നാൽ ഞാനൊരു വീഡിയോയിൽ പോലും ഡവ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഡവ് ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നന്ദിയില്ലാത്തവരെ പോലെ എനിക്കൊരു ഫീല് പെട്ടെന്ന് ഗർ സോപ്പ് ഉപയോഗിച്ച് പണി കിട്ടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഡവ് സോപ്പിന്റെ വില. ഞാനൊരു 3-4 ദിവസം, ഒരാഴ്ച ഡവ് സോപ്പ് യൂസ് ചെയ്തപ്പോൾ എന്റെ കാലിന്റെ പ്രശ്നം നല്ലോണം കുറഞ്ഞു കേട്ടോ. എത്ര ലോഷൻ തേച്ചെങ്കിലും ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ യൂസ് ചെയ്ത് നോക്കി. പക്ഷെ നമുക്ക് ആ ഒരു നമ്മുടെ പണ്ടത്തെ ഒരു റുട്ടീനിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് മനസ്സിലായത്. നമ്മളൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ലോഷൻ പോലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് പോലും നമ്മുടെ കയ്യിലൊന്നും നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്തൊന്നും ഒന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു സാധനം നമ്മൾ മാറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ അതിന്റെ ഒരു വില മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് ഞാൻ അത്യാവശ്യമായിട്ട് ചെയ്യണം എന്ന്. അപ്പൊ സ്കിന്നിനൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാര്, ഇങ്ങനെ പെട്ടെന്ന് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഡവ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു ലൈഫ് ചേഞ്ചർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് പിങ്ക് ആണ്, അറിയാലോ. ഇത്രയും വലിയ ബോക്സ് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും. ഇതിന്റെ വൈറ്റും, ഒരു മിനിറ്റ്, ഇത് കുറച്ചും കൂടെ ക്രീമിയാണ് കേട്ടോ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഡവ് കുറച്ചും കൂടെ ക്രീമിയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂട്ടിനകത്തൊന്ന് വരാൻ ഒരു ലേശം മടി കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു എംബ്ലമൊക്കെ എനിക്ക്, എംബ്ലം എന്നാണ് പറയുന്നത്, ഇതെനിക്ക് ഇഷ്ടമാണ്. ഡവിന്റെ മണം കുറച്ച് സിമിലർ ആണ്, പക്ഷെ വൈറ്റിന്റെ ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. നോർമൽ, ഒത്തിരി വലിയ പത ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര സോപ്പ് ഇട്ട് കുളിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു മണം വരുന്ന ഭയങ്കര ഇപ്പൊ മെഡിമിക്സ് ഒക്കെ ഇട്ട് നമ്മൾ കുളിക്കുവാണെങ്കിൽ നമ്മൾ നല്ല മണമായിരിക്കും. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ബാത്റൂമിലും ഒക്കെ ഭയങ്കര മണമായിരിക്കും. പക്ഷെ നമ്മുടെ സ്കിന്നും കലമ്പാവും. പക്ഷെ ഇതിന് അത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ഒരു മൈൽഡ് സ്മെല്ലായിരിക്കും. പക്ഷെ നമുക്ക് നല്ലതായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ പറയണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു യാതൊരു ധാരണ ഇല്ലാണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പറയണം എന്നുണ്ട്. അപ്പൊ ലൈവായിട്ട് എന്തൊക്കെ എനിക്ക് മനസ്സിൽ വരുന്നു അതൊക്കെ പറയാമെന്നാണ് ഞാൻ. അപ്പൊ എനിക്ക് ഒരു റോ ആയിട്ടുള്ള ഒരു സാധനം കിട്ടുമല്ലോ, അതാണ് എനിക്ക് വേണ്ടത് ഈ വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ഈ അതായത് എന്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറെ സോപ്പുകളുടെ കുറെ സോപ്പുകൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ pH ടെസ്റ്റ് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നടത്തിയായിരുന്നു. അപ്പൊ അതിനകത്ത് അന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പിയേഴ്സ് നിന്ന് മാറി ഡവിലേക്ക് മെയിൻ ആയിട്ടും വന്നതെന്ന് തോന്നുന്നു. കാരണം അന്ന് നമ്മൾ പിയേഴ്സ് നമുക്ക് ഭയങ്കര ഒരു ബിൽഡപ്പും അതുപോലെ ഒരു ഉറപ്പുണ്ടായിരുന്നു pH എന്തായാലും കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷയിലെ കമത്തിക്കൊണ്ട് അത് pH നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഡവ് മാത്രമാണ് അന്നത് മീറ്റ് ചെയ്തത് ആ ഒരു pH റേഷ്യോ. സോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഡവിലേക്ക് മാറിയത് കേട്ടോ. ഈ ഡവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറെ പേരുടെ അടുത്ത് ചോദിച്ചു ഗർ സോപ്പ് വന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവോ എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു അവരെന്നെ പറഞ്ഞിരിക്കുന്നു കയ്യിൽ എടുത്തിട്ടേ അപ്ലൈ ആവുള്ളൂ, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പാടില്ല എന്നുള്ളത്. അത് ഒരു സോപ്പ് നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ഉരച്ചു കൊടുക്കരുത്. നമ്മൾ
പരസ്യത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാണിക്കണൊക്കെ കാണിക്കും. പക്ഷെ ഇതൊന്നും ഡയറക്റ്റ് യൂസ് ചെയ്യാതെ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം തന്നെ ഡ്രൈ ആയി പോകും കേട്ടോ. ഡവ് യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫേസ് വാഷ് ആയിട്ട് എക്സ്ട്രാ കുളിക്കുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. ഫേസിൽ ഞാൻ ഈ ഡവിന്റെ സോപ്പ് തന്നെ ഇടാറ്. എനിക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എന്റെ വീട്ടിൽ അച്ഛയും അമ്മയും അനിയത്തിയും എല്ലാവരും ഡവിന്റെ കനത്ത ആരാധകരാണ്. എല്ലാവരും ഡവ് തന്നെയാണ്, എല്ലാവരും ഡവാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊന്നും സ്കിൻ പ്രോബ്ലംസ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് സ്കിൻ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സോപ്പ് ഉപയോഗിച്ചത് കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഡവ് നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് ഡവ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ വരും എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇതുവരെ യാതൊരുവിധ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോ ഇത്രയും ഞാൻ ഗർസോപ്പൊക്കെ ഞാൻ അത്രയും വില കൊടുത്ത് മേടിച്ചു. അതിന് 170 221 രൂപ എങ്ങാണ്ടായിരുന്നു ആ സാധനത്തിന്. അത്രയും രൂപ കൊടുത്ത് ഞാൻ മേടിച്ചത് റിവ്യൂ ചെയ്ത് നോക്കണം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അത്രയും ഞാൻ മേടിച്ചു. അതിന്റെ ടാൻ കാര്യം പോകുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതെന്തായാലും ഒന്നാമത് അഫോർഡബിൾ അല്ല, രണ്ടാമത് എനിക്ക് ട്രൈ ആവുകയാണ്. ഇപ്പോഴും ആ സോപ്പ് അവിടെ പകുതിക്ക് എടുത്ത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ ഇത്രയും ഗുണമുള്ള ഒരു സാധനത്തെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തില്ല എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഡവിന്റെ സാധനം ഞാൻ പറയുന്നത്. എന്റെ കയ്യിലുള്ള വെള്ള ഇപ്പോ തീർന്നിട്ട്, വെള്ള കുറെ ഉണ്ടായിരുന്നു, അത് തീർന്നു. ഇപ്പൊ ചെറിയ സാമ്പിൾ ഞാൻ അത് ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഷോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച സാമ്പിള് ഡവ് ഉണ്ട്, കുഞ്ഞത്. ഇനി അതൊരു 2 എണ്ണമാണ് ഇരിക്കുന്നത്. അപ്പം റിവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ അതെടുത്തിട്ട് വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇരുന്ന് ഈ പിങ്ക് എടുത്തിട്ട് വന്നത് കേട്ടോ. പൊതുവേ നമ്മൾ പിങ്ക് അല്ല വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോ ഇന്നത്തെ സത്യം പറഞ്ഞ ഇത് ഈ സോപ്പിനെ കുറിച്ചിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.